മാധവൻ സാറല്ലേ? അച്ഛാ, യു വൺ. കേറി വന്നോളൂ. നമസ്കാരം. ഞാൻ എനിക്കൊരു കുപ്പി വോഡ്കയും കൊണ്ടാ വന്നിരിക്കുന്നത്. അയ്യോ സോറി, അറിയില്ലായിരുന്നു. വാങ്ങിപ്പിക്കാം. ഏയ്, നിങ്ങളിപ്പോ വന്നതുകൊണ്ട് അച്ഛനൊരു കുപ്പി വോഡ്ക കിട്ടിയെന്നാ ഉദ്ദേശിച്ചത്. ഒരു ബെറ്റ്. കോളംനിസ്റ്റ് ആണല്ലോ, ആലങ്കാരികമായി പറഞ്ഞതാ. ഒരാഴ്ച മുമ്പാ താൻ എന്നെ കാണാൻ വരുമെന്ന് ഞാൻ. ഇന്ന് രാത്രി 8 മണിയായിരുന്നു ഡെഡ് ലൈൻ. അതിനു മുമ്പ് താൻ എത്തി. നോക്ക്. എനിക്കൊരു കുപ്പി വോഡ്ക നഷ്ടം. നോക്കുന്ന ഒരു കൈ ഏതാ? സിൽവർ. അല്ല സാർ എന്ന് മുതൽ തുടങ്ങി അതീന്ദ്രിയം പ്രാക്ടീസ് ചെയ്യാൻ? എടോ, എന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ട് കൊല്ലം 18ആയി. അതിനുശേഷം പലരും പുറത്തായി. അവരൊക്കെ പുറത്തായി ഒരാഴ്ചക്കുള്ളിൽ എന്നെ വന്ന് കണ്ടിട്ടുമുണ്ട്. പോരെ അതീന്ദ്രിയത്തിൻ്റെ കുട്ടൻസ്. ആ പട്ടികയിൽ എന്നെ പെടുത്തണ്ട സാർ. ഒരേ തൂവൽ പക്ഷി എന്ന നിലയ്ക്ക് വന്നതല്ല. ഒരുപാട് വായനക്കാരുള്ള കോളമിസ്റ്റും രാഷ്ട്രീയ നിരീക്ഷകനും ഒക്കെ അല്ലേ സാർ. സഹായം തേടി വന്നതാ. എഴുതുമ്പോൾ തടുക്കാൻ പറ്റുന്ന അടി എനിക്ക് തരാവൂ. അടിയോ? എന്തായിരുന്നു ഈ പുറത്താക്കാനും മാത്രമുള്ള ഇഷ്യൂ? ആശയപരം? അല്ല, കായികപരം. എന്ത് പാർട്ടി നയമായാലും ആ തീരുമാനം ശരിയാണെന്ന് എനിക്ക് തോന്നിയില്ല. അതുകൊണ്ട് തന്നെയാണ് സബ്ജക്ട് കമ്മിറ്റി മീറ്റിംഗിൽ ഞാൻ കൈപോക്കാതിരുന്നത്. പാർട്ടിക്ക് ഒരു തീരുമാനമുണ്ട്. അതിനുവേണ്ടി കൈപോക്കാനാണ് നിന്നെ അങ്ങോട്ട് വിട്ടത്. നിന്റെ തെറ്റിന് ശരിക്കും ഒപ്പം നീ നിന്റെ വീട്ടിൽ കയറി കൈപോക്കിയാ മതി. ഈ ജില്ലയിൽ രക്തസാക്ഷിത്വം എന്ന് പറയുന്നത് വണ്ടി ഇടിച്ച് മരിക്കുന്ന പോലെയാ. നോക്കിയും കണ്ടും നടന്നില്ല പറ്റുന്ന ഒരു അപകടം. അതിന് പാർട്ടി കൊടുക്കുന്ന ഒരു കോമ്പൻസേഷൻ ഉണ്ട്. വായനശാലയ്ക്കോ സമ്മേളന പന്തലിനൊക്കെ രക്തസാക്ഷിന്റെ പേരിടും. നിനക്ക് കിട്ടിയ കോമ്പൻസേഷൻ ഒരുപാട് വലുതാ, അസംബ്ലി സീറ്റ്. അതുകൊണ്ട് കൂടുതൽ സിദ്ധാന്തമൊന്നും ഇങ്ങോട്ട് സപ്ലൈ ചെയ്യണ്ട. സിദ്ധാന്തത്തിന്റെ ശീലക്കേട് കുറച്ചുണ്ടായിരുന്നു നിന്റെ അച്ഛന്. ഉൾപാർട്ടി സമരം ഇരുട്ടത്താരുടെയോ കത്തിക്ക് തീർന്നുകൊണ്ട് കൂടുതൽ സഹിക്കേണ്ടി വന്നില്ല. പാർട്ടിയിൽ ഇപ്പൊ റേഷനാ. ഒരു വീട്ടിൽ നിന്ന് ഒരു രക്തസാക്ഷി മതി. അത് കലക്കി. ഇതിപ്പോ ചവിട്ടാനും മാത്രമൊക്കെ ഉണ്ടോ? ഒരു നിമിഷം കയ്യിൽ നിന്ന് പോയി. കട്ടൻ താല്പര്യമില്ലെങ്കിൽ ദ്രാവകൻ റെഡി. ആ, അത് കലക്കും. കഴിക്കൂ. ഇല്ല, ഇതുവരെ ഇല്ല. എന്നാ പിന്നെ ഇനിയാവാം. ഞാനും ഈ പുറത്താക്കിയതിന് ശേഷമാണ് തുടങ്ങിയത്. അത് ഈ ഡിപ്രഷൻ കൊണ്ടൊന്നും അല്ല കേട്ടോ. ഈ അടുപ്പക്കാരൊക്കെ പാർട്ടിക്കാരായതുകൊണ്ട് പുറത്താക്കിയപ്പോൾ ഞാൻ ശരിക്കും ഒരു യത്തീംഖാന ബ്രാൻഡ് അനാഥനായി. മിണ്ടാനും പറയാനും ഒന്നും ആരുമില്ലാതെ ഈ പാർട്ടി കമ്മിറ്റി മിനിറ്റ്സ് മാത്രം എഴുതി ശീലമുള്ള എന്നെ കൊണ്ടൊരു കോളം എഴുതിക്കാൻ തയ്യാറായി. മറ്റേ തള്ളപ്പത്രമേ. വേണ്ടി വന്ന എഴുത്തച്ഛനാക്കുന്നായിരുന്നു അവരുടെ വാശി. ആ, ഈ ബൂർഷ്വാ സെറ്റപ്പ് ഒന്നും എൻ്റെ വകയല്ല, ഇവളുടെ സമ്പാദ്യമാണ്.